ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ഡിസംബർ മാസഫലം കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ്. അതായത് പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും. ഇപ്പോൾ ജന്മരാശ്യാധിപൻ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയിൽ കുജൻ നിൽക്കുന്ന സമയമാണ്. 7 മുതൽ ജന്മരാശി നിൽക്കുന്ന കുജൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു. 15 മുതൽ 6 സൂര്യൻ വരുന്നു. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. കുജന്റെ ദൃഷ്ടിയൊക്കെ അഷ്ടമത്തിലുണ്ട്. അപ്പോൾ ആരോഗ്യസ്ഥിതി അഷ്ടമഭാവാധിപൻ അഷ്ടമത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട്, ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യസ്ഥിതിയൊക്കെ പൊതുവെ നോർമലായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊക്കെ ഒരു റിക്കവറിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതുപോലെ തന്നെ രോഗം ഇല്ല എങ്കിൽ തന്നെയും നമുക്ക് ചിലർക്കൊരു രോഗഭയമൊക്കെ ചിലർക്കും ഉണ്ടാകാം. കാരണം അഷ്ടമത്തിലൊക്കെ ശനി നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭീതി ഈ കുറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ ഈ കുറുകാരെ സംബന്ധിച്ചുള്ള അഷ്ടമശനി എന്ന് പറയുമ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനിയാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അത് വലിയ ദോഷം ചെയ്യില്ല. അതുപോലെ തന്നെ ചിലർക്ക് 8 ഈ ശനി നിൽക്കുകയും ആ 8 കുജന്റെയൊക്കെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയമാകുമ്പോൾ അവർക്ക് ഈ നാഭിയുടെ താഴെ അല്ലെങ്കിൽ ഈ ഗൂഹ്യഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് പൈൽസ്, ഫിസ്റ്റുല അതുപോലെ അത്തരം ക്ലേശങ്ങൾ ഉള്ളവർക്ക് ചെറിയ ഒരു സർജറിയിലൂടെ അവയൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്, അല്ലെങ്കിൽ ക്യൂർ ചെയ്യാൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ ഈ ജോലി സ്ഥലത്തൊക്കെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർ കഴിവതും തൊഴിലിടത്ത് അവിടെ നിന്ന് ഒരു ഇഞ്ചുറി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ്. അതുപോലെ യാത്രകളിലും ഒരു കരുതൽ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം. ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ തൊഴിൽ സ്ഥിതി പൊതുവെ കർമ്മഭാവാധിപൻ എന്ന് പറയുന്നത് കുജൻ തന്നെയാണ്. ആ കുജൻ ജന്മരാശിയിലുണ്ട്, പക്ഷെ നീചസ്ഥിതനാണ്. എങ്കിലും 7 മുതൽ ആ നീചരാശിയിൽ നിൽക്കുന്ന കുജൻ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അതുപോലെ കർമ്മകാരകനായിട്ടുള്ള ശനിയാണെങ്കിൽ 10 ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ്. കുജനും കർമ്മകാരകനായിട്ടുള്ള ആ ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊഴിലിൽ പൊതുവെ ഹാർഡ് വർക്കിൻ്റെ സമയം എന്ന് തന്നെ പറയാം. പൊതുവെ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ തൊഴിലിടത്തൊക്കെ കൂടുന്നതിനും അതുവഴിയൊക്കെ കൂടുതൽ പ്രയത്നം നടത്താനുമൊക്കെ ഒരു പ്രേരണ ഈ സമയത്ത് ഉണ്ടാകും. ഇപ്പം ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി ജന്മരാശിയിലുണ്ട്. അത് ജീവിത പങ്കാളിയുടെയൊക്കെ ഉപദേശം അതൊക്കെ തൊഴിലിൽ ഒരു ഗുണം ചെയ്യും. അപ്പം ജീവിത പങ്കാളി ചില കാര്യങ്ങളൊക്കെ പറയുന്നത് അത് തൊഴിൽപരമായിട്ട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതേസമയം ഈ കുജനും ശനിയുമായിട്ടുള്ള ബന്ധം ഉള്ള സമയമായതുകൊണ്ട് ഈ വർക്ക് ചെയ്യുന്നവരുമായിട്ട്, അതായത് ഒരു തൊഴിലിടത്ത് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെയൊക്കെ നോക്കണം. കാരണം ശനി കർമ്മകാരകനും കൂടെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഈ തൊഴിലിടത്തുണ്ടാകുകയാണെങ്കിൽ അവ തന്ത്രപൂർവം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ശ്രദ്ധ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം. അല്ലെങ്കിൽ അത് തൊഴിലിടത്ത് ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അതുകൊണ്ട് അത് അറിഞ്ഞ് പ്രവർത്തിക്കണം. ഇനി ഡ്യൂട്ടി ബൗണ്ടായിട്ട് കൃത്യമായിട്ട് പണി ചെയ്ത് പോകുന്നവർക്ക് പൊതുവെ തൊഴിലിടത്ത് പ്രശ്നങ്ങൾ കുറയും. മാത്രവുമല്ല അവരുടെ തൊഴിലിൽ, അവരുടെ ആ പ്രവർത്തനത്തിൽ ഒരു അംഗീകാരമൊക്കെ ഉണ്ടാകും. അതുപോലെ തൊഴിൽ അന്വേഷകർക്കൊക്കെ കൂടുതൽ ഒരു എഫർട്ട്, അഡീഷണൽ ആയിട്ടുള്ള ഒരു എഫർട്ടൊക്കെ ഈ സമയത്ത് നടത്താമെങ്കിൽ തൊഴിലിനും സാധ്യതയുള്ള സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് 9 നിൽക്കുന്ന രാഹു പൊതുവെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി ഈ കൂറിൽപ്പെടുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള ഈ ശനി, ആ ശനി അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. എങ്കിലും 7 ശുക്രന്റെ സ്ഥിതിയുണ്ട്. 7 കുജന്റെ ഉച്ചദൃഷ്ടിയുണ്ട്. 11 നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിയും 7 സമയമാണ്. അപ്പോൾ അതൊക്കെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ 5 സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പം ബിസിനസ്സിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവയൊക്കെ കരുതലോടെ കൈകാര്യം ചെയ്യുന്നവർക്ക് ആ ബിസിനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ
എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിന് ആ 7-ൽ നിൽക്കുന്ന ആ ശുക്രന്റെ സ്ഥിതി ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. പൊതുവെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കരാറുകളിലൊക്കെ ഏർപ്പെടുന്നതിനുള്ള സാധ്യതയൊക്കെ ഈ ഡിസംബർ മാസത്തിൽ കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പൊ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രവി ബുധൻ 5-ൽ, അതുപോലെ 5-ല് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ പൊതുവെ പഠനത്തിന് അനുകൂലമായ സമയമാണ്. ടാലന്റ് മെച്ചപ്പെടുന്ന സമയമാണ്. മെമ്മറി പവർ കൂടുന്ന സമയമാണ്. അല്പം അഡീഷണൽ എഫർട്ടൊക്കെ നടത്താവുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയത്തിന്, അതുപോലെ തന്നെ പഠനത്തിൽ അവർക്ക് അവരുടെ സ്കോറിലൊക്കെ അഭിനന്ദനത്തിനും അംഗീകാരത്തിനും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ വിദ്യാർത്ഥികളുടെ ക്രിയേറ്റീവ് എബിലിറ്റീസൊക്കെ ഈ സമയത്ത് കൂടുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ അവസാന പകുതി ആ സൂര്യനൊക്കെ 6-ലേക്ക് രാശി മാറുന്നത് പൊതുവെ ആത്മവിശ്വാസമൊക്കെ കൂട്ടും. അതുപോലെ മത്സരങ്ങളിലൊക്കെ ഒരു മത്സര വീര്യമൊക്കെ ഉണ്ടാക്കും. ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു പ്രയത്നം അവരുടെ ഭാഗത്ത് ഉണ്ടാകാൻ 6-ൽ വരുന്ന ആ സൂര്യൻ്റെ സ്ഥിതി കൊണ്ടുണ്ടാകും. അതുപോലെ ഉന്നത വിദ്യ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ മികവിന് സാധ്യതയുണ്ട്. ചിലർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതിന് സാധ്യതയുണ്ട്. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 11-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 7-ല് നിൽക്കുന്ന സമയമാണ്. ജന്മരാശിയിൽ ആ 11-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രന്റെ ദൃഷ്ടിയുണ്ട്. ധനഭാവാധിപൻ ആദ്യ പകുതി 5-ലാണ് സ്ഥിതി ചെയ്യുന്നത്. 11-ല് ആ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 11-ല് ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് പൊതുവെ ധനകാരകനും കൂടിയാണ് ആ ഗുരു. ആ ധനകാരകൻ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കത് 11-ലാണ് വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ധനാഗമം കൂട്ടുന്നതിനുള്ള പ്ലാന്, അതിനുള്ള പദ്ധതികൾ, അതിനുള്ള തന്ത്രങ്ങൾ അവയ്ക്കൊക്കെ രൂപം കൊടുക്കുന്ന സമയമായിരിക്കും. ബുധനും രവിയും ഒക്കെ തന്നെ 11-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് പൊതുവെ നിരവധി സോഴ്സുകളിൽ നിന്ന് വരുമാന മാർഗം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. ധനാഗമമൊക്കെ ഉണ്ടാകും, ധനവർദ്ധന ഉണ്ടാകും. അവസാന പകുതി അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവ് വന്നു പെടാവുന്നതാണ്. കാരണം സൂര്യൻ ആ 2-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 6-ലേക്ക് വരുന്നു. 12-ല് ആ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയമായതുകൊണ്ട് ചെലവ് കൂടാനിടയുണ്ട്. അവയിൽ ഒരു കെയർ വേണം. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം ഈ കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും നോക്കാം. ഇപ്പോൾ വിവാഹത്തെപ്പറ്റി പറയുമ്പോൾ 7-ല് ശുക്രൻ്റെ സ്ഥിതി ഉള്ള സമയമാണ്. അതേസമയം 7-ാം ഭാവാധിപനുള്ള ശനിയാണെങ്കിൽ അഷ്ടമത്തിലാണ്. അപ്പോൾ കുജൻ്റെ ഉച്ചദൃഷ്ടി ആ 7-ലുണ്ട്. ഇപ്പം വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകാം, കാരണം 7-ല് ശുക്രൻ്റെ സ്ഥിതിയുണ്ട്. അതുപോലെ എങ്കിൽ തന്നെ നമ്മൾ 7-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ കുജൻ 5-ാം ഭാവാധിപനാണ് എന്നതിനാൽ തന്നെ ആ കുജൻ്റെയും ശുക്രൻ്റെയൊക്കെ ഒരു ബന്ധം ഉള്ള സമയമായതുകൊണ്ട് പ്രണയബന്ധമൊക്കെ പൊതുവെ സുഗമമാകുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്ക് പ്രണയബന്ധം വിവാഹത്തിലൊക്കെ എത്തിപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 7-ലെ ശുക്രൻ അതുപോലെ സ്ഥിതി ചെയ്യുന്നു. ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ 7-ലുണ്ട്. അത് ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ അത് പരിഹരിക്കുന്നതിന്, അവയൊക്കെ നിയന്ത്രിക്കുന്നതിന് കഴിയും എന്ന് മനസ്സിലാക്കുക. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അവിടെ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ തർക്കങ്ങൾ ഈ ജീവിത പങ്കാളിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ സന്തോഷം, സുഖം, സമാധാനമൊക്കെ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതിയാണ്. കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെ തന്നെ, അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ തന്നെ സമയം ചെലവഴിക്കുന്നതിനും അവരുമായിട്ട് ദൂരയാത്രകൾക്കും അവരുമായിട്ട് ചിലപ്പോൾ ഷോപ്പിങ്ങിനുമൊക്കെ സാധ്യതയുള്ള മാസമായിട്ട് ഡിസംബർ മാസത്തെ കാണാം. പൊതുവെ ആത്മീയമായിട്ടും താത്വികമായിട്ടുമൊക്കെ ചിന്തിക്കുന്ന സമയമായതുകൊണ്ട്
മാനസികമായിട്ട് ഉണ്ടാകുന്ന ആ കോൺഫ്ലിക്റ്റ്, ടെൻഷൻ ഒക്കെ കുറയ്ക്കാൻ അവർക്ക് അത്തരത്തിലുള്ള ചിന്തയിലൂടെ കഴിയും എന്ന് മനസ്സിലാക്കുക. ഡിസംബർ 3, 4, 7, 8, 16, 17, 30, 31 ഈ ദിവസങ്ങൾ ഈ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും മംഗളകർമ്മങ്ങൾ ഒഴിവാക്കണം, ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. അതുപോലെ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർ അത്തരത്തിലുള്ള സംരംഭങ്ങൾ ഈ ദിവസങ്ങളിലാകാതെ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള തീരുമാനവും ഈ ദിവസങ്ങളിൽ ആകാതെ നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.